മുതലാളികളും ജന്മിപ്രവരരും ഒപ്പം നിൽക്കും സാമ്രാജ്യത്വം. മുതലാളികളും ജന്മിപ്രവരരും ഒപ്പം നിൽക്കും സാമ്രാജ്യത്വം. വെടിവെച്ചങ്ങനെ ചോരയൊഴുക്കും രക്തവിഭാഗം ഗജമേ ജയ് ജയ്. വെടിവെച്ചങ്ങനെ ചോരയൊഴുക്കും നമ്മുടെ ഏരിയയിലെ 148 ബ്രാഞ്ച് സമ്മേളനങ്ങളും 11 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചു. 3 വർഷക്കാലം നമ്മുടെ ഏരിയയിലെ പാർട്ടിക്കും വർഗപരിചരണ പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടം ഉണ്ടാകാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വർത്തമാനകാലത്ത് ജനവിരുദ്ധ സമീപനങ്ങളുടെയൊക്കെ ഭാഗമായി അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാർഷിക മേഖലയിലും തൊഴിലാളി മേഖലയിലെല്ലാം ഉയർന്നു വരുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയും മതേതരത്വവും ജനാധിപത്യവുമെല്ലാം അപകടപ്പെടുത്തുന്ന നിലയിലേക്ക് രാജ്യത്തെ ഭരണാധികാരികൾ ജനാധിപത്യവും മതേതരത്വവും എല്ലാം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് നമുക്കെല്ലാം അറിയാം. ആ പോരാട്ടം ശക്തിയുക്ത നമ്മുടെ MLA-യും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CH കുഞ്ഞമ്പു അവർകളാണ്. അദ്ദേഹത്തെ ഏരിയ സമ്മേളന സംഘാടക സമിതിക്ക് വേണ്ടി പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ സമ്മേളനം ചേരുമ്പോൾ രാഘവട്ടൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ അനുവദിച്ചിരുന്നില്ലെങ്കിലും നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാഘവേട്ടൻ ഓർമ്മയായ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ സമ്മേളനം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്കെല്ലാം നമ്മുടെ സംഘടനാ പ്രവർത്തനം എല്ലാ കാലത്തും പ്രചോദനമാണ്. അതല്ലെങ്കിൽ എല്ലാവരും കൈയടിച്ച് അംഗീകരിക്കുക. സത്യത്തിൻ്റെ നെരിപ്പാടുകളായും മർദ്ദിതർക്കും പീഡിതർക്കും ഇടയിലെ വിശ്വൈക സാക്ഷിയായി വർത്തിച്ച് കാലം കല്ലിൽ കൊത്തിവെച്ച കവിതയുടെ ചുവന്ന രൂപം, വർഗചേതനയുടെ ഈറ്റില്ലത്ത് പിറവികൊണ്ട വൃഥാവിലാകാത്ത പരമ്പൊരുൾ, ചരിത്രവും ഇതിഹാസവും രചിച്ച ചുവന്ന മഷിയിൽ മുക്കി അവസാന നിശ്വാസത്തിലും ചുവപ്പിൻ്റെ മേലേരിയിൽ പന്തിയടിച്ച് മതിയാവാത്ത ഋതുക്കളും പ്രകൃതിയും പ്രപഞ്ചമാകെയും ആവേശത്തിൽ തുടിക്കുന്ന ഏടുകൾ തീർത്ത തീരങ്ങളെ ജീവസുറ്റതാക്കിയ വിപ്ലവ സ്പന്ദനങ്ങളായി അവർ വിഭാവനം ചെയ്ത ലോകമാനവരോളം വളർന്ന പരമാർത്ഥത്തിൻ്റെ പൊരുൾ. ബേഡകം ഏരിയ സമ്മേളനത്തിന് മുന്നാട് നാം ഒത്തുചേരുമ്പോൾ ഈ സമ്മേളന കാലയളവ് നമുക്ക് തീരാ നഷ്ടങ്ങളുടെ കാലമായിരുന്നു എന്ന് നമുക്കറിയാം. പാർട്ടിയെ കരുത്തോടെ മുന്നിൽ നിന്ന് നയിച്ച നിരവധി പ്രിയപ്പെട്ട പോരാളികളെയാണ് ഈ സമ്മേളന കാലയളവിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ട സഖാക്കളുടെ ഓർമ്മകൾ നമുക്കെന്നും ഊർജവും കരുത്തും പകരും.
സഖാവ് സീതാറാം യെച്ചൂരി, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ മുന്നണി പോരാളി, ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയുടെ കാവൽഭടൻ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ CPM-ന്റെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരി. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരിക്കെ അടിയന്തരാവസ്ഥക്കെതിരെ നടത്തിയ ഉജ്ജ്വല സമരം 32ാം പോളിറ്റ് ബ്യൂറോ അംഗവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു കോടിയേരി. പ്രതിസന്ധികളുടെ പേമാരിക്കാലത്ത് കേരളത്തിലെ പാർട്ടിയെ ഉജ്ജ്വലമായി നയിച്ച പ്രിയപ്പെട്ട നേതാവ് KSF-ലൂടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് പാർട്ടിക്കും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനുമായി ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവാണ് സഖാവ് P. രാഘവൻ. അവിഭക്ത കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ല രൂപീകരിച്ചു മുതൽ കാസർഗോട്ടെ പാർട്ടിയുടെയും സമുന്നത നേതാവായി ഏതാണ്ട് 4 പതിറ്റാണ്ടുകാലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി സജീവമായി. പഠനത്തിന് ശേഷം വൈദ്യവൃത്തി ഉപേക്ഷിച്ച് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി. പാർട്ടി കാരിയിൽ ബ്രാഞ്ച് സെക്രട്ടറി, ചെറുവത്തൂർ ലോക്കൽ സെക്രട്ടറി, നീലേശ്വരം ഏരിയ സെക്രട്ടറി, ജില്ല രൂപീകരിച്ച നാൾ മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച സഖാവ് 2006 മുതൽ 2016 വരെ തൃക്കരിപ്പൂർ MLA ആയിരുന്നു. സഖാവിൻ്റെ വേർപാടിൽ സമ്മേളനം അഗാധമായ ജീവിതം ആരംഭിച്ച സഖാവ് AK നാരായണൻ ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിരുന്ന സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും CITU നേതാവുമായിരുന്ന സഖാവ് MM ലോറൻസ്, കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായിരുന്ന സഖാവ് MC ജോസഫൈൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സുനിൽ ചോപ്ര, വസുദേവ് ആചാര്യ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായിരുന്ന സഖാവ് T. ശിവദാസ മേനോൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സഖാവ് M. ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും CITU സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന സഖാവ് ആനത്തലവട്ടം ആനന്ദൻ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ നേതാവുമായിരുന്ന സരോജിനി ബാലാനന്ദൻ, വയനാട് മുൻ ജില്ലാ സെക്രട്ടറി PA മുഹമ്മദ്, പാർട്ടി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കർഷക സംഘം മുൻ സംസ്ഥാന സെക്രട്ടറി നേതാവുമായിരുന്ന സഖാവ് KV രാമകൃഷ്ണൻ, SFI നേതാവ് സഖാവ് ധീരജ്, RSSകാർ കൊല ചെയ്ത സഖാക്കൾ സനൂപ്, രാജീവ്, ഷാജഹാൻ, പെരിങ്ങര ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സന്ദീപ്, ശ്രീജിത്ത്, അമ്പാടി, തലശ്ശേരി പുന്നോല്ലെ ഹരിദാസ് എന്നിവരുടെ കൊലപാതകത്തിൽ ശക്തമായ പ്രതിഷേധവും വേർപാടിൽ അനുശോചനവും രഘുപൂർ, പാവൽ കുഞ്ഞിക്കണ്ണൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി സഖാവ് KV കുഞ്ഞികൃഷ്ണൻ, മുൻ MPയും സിനിമാ താരവുമായിരുന്ന ഇന്നസെന്റ്, ബർലിൻ കുഞ്ഞനന്ദൻ നായർ, പാർട്ടി കുണ്ടംകുഴി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് M. രാഘവൻ, കുറ്റിക്കോൽ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് KT യാത്രികമായിരുന്ന KPSC ലളിത, സിനിമാ താരങ്ങളായ നെടുമുടി വേണു, TP മാധവൻ, കൊല്ലം സുധി, മാമുക്കോയ, പ്രതാപ് പോത്തൻ, കൊച്ചുപ്രേമൻ, മേഘനാഥൻ, സിനിമാ ടെലിവിഷൻ താരം സുബി സുരേഷ്, സിനിമാ സീരിയൽ നടി കോഴിക്കോട് ശാരദ, ഗാനരചയിതാവ് ബിച്ചു തിരുമല, ഗായകൻ തോപ്പിൽ ആൻഡോ, സിനിമാ സംവിധായകൻ MS സേതുമാധവൻ, സംഗീത സംവിധായകൻ കൈതപ്രം വിശ്വനാഥ്, കവിയൂർ പൊന്നമ്മ, സിനിമാ സംവിധായകൻ KG ജോർജ്, തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ, സിനിമാ നടൻ മോഹൻ രാജ്, പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റ, ഇന്ത്യൻ സർക്കസ് കുലപതി ജമിനി ശങ്കരൻ, എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ചിത്ര നമ്പൂതിരിപ്പാട്, സാഹിത്യ നിരൂപകൻ ഇബ്രാഹിം വേവിഞ്ച, മാധ്യമപ്രവർത്തകൻ വാസുരേന്ദ്ര ബാബു, CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ, മുൻ കേരള മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി TH മുസ്തഫ, കോൺഗ്രസ് നേതാവ് സതീശൻ പച്ചേനി, RSP നേതാവ് TJ ചന്ദ്രചൂഡൻ, മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ, കോൺഗ്രസ് നേതാവ് ആര്യാട മുഹമ്മദ്, UP മുൻ മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ്, കോൺഗ്രസ് നേതാവ് K. ശങ്കരനാരായണൻ, മുൻ കേന്ദ്രമന്ത്രിയും RJD നേതാവുമായ ശരത് യാദവ്, മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, മുൻ മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി, KSTA നേതാവായിരുന്ന VR സദാനന്ദൻ മാസ്റ്റർ, യുവകവി ബിജു കാഞ്ഞങ്ങാട്, റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മരിച്ചവർ, പാലസ്തീനിൽ ഇസ്രായേൽ കടന്നാക്രമണത്തിൽ മരണപ്പെട്ടവർ, മണിപ്പൂർ കലാപത്തിൽ കൊല്ലപ്പെട്ടവർ, ഭീകരാക്രമണങ്ങൾ കൊല്ലപ്പെട്ട ധീര ജവാന്മാർ, വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവർ, വെള്ളപ്പൊക്കത്തിലും പ്രകൃതി ദുരന്തങ്ങളിലും മരിച്ചവർ, ശിരൂർ ഉരുൾപൊട്ടലിൽ മരിച്ച അർജുൻ എന്നിവരുടെ വേർപാടിൽ ഈ സമ്മേളനം അനുശോചന കമ്മ്യൂണിക്കേഷൻസിന്റെ നാടക നടിമാരായ അഞ്ജലി ഉല്ലാസ്, ജെസി മോഹനൻ തുടങ്ങി ഈ സമ്മേളന കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ മുഴുവൻ പേരുടെയും ദേഹവിയോഗത്തിൽ CPM ബേഡകം ഏരിയ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. പരിഹരിക്കുന്നതിന് വേണ്ടി ഈ സമ്മേളനങ്ങൾ ഏറെ ഉപകരിച്ചിട്ടുണ്ട്. സമ്മേളനങ്ങളുടെ പ്രത്യേകത കാര്യങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മതല പരിശോധന നടത്തുന്ന, വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ പോരായ്മകൾ, എവിടെയാണ് നാം തിരുത്തേണ്ടത്,
നമുക്ക് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ടോ? ഒരു ഗവേഷണപരമായ പരിശോധനയാണ് പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് നടത്തുന്നത്. ജില്ലയിലെ പ്രബല ഏരിയകളിലൊന്നാണ് വേടകം ഏരിയ. ഒട്ടനവധി നേതാക്കന്മാർ ടാക്ടിക്കൽ ലൈൻ സ്വീകരിക്കുക, അത് ചർച്ച ചെയ്ത് അംഗീകരിക്കുക, ഇതാണ് പാർട്ടി കോൺഗ്രസിൻ്റെ മുഖ്യമായ ചുമതല. 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചേർന്നപ്പോൾ ആ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച ടാക്ടിക്കൽ ലൈനിൽ ഓരോ പാർട്ടി മെമ്പർക്കും പാർട്ടി ഘടകങ്ങൾക്കും അത് ചർച്ച ചെയ്യാം, നമ്മുടെ ഭേദഗതികൾ നിർദ്ദേശിക്കാം. കാരണം നമ്മുടെ പാർട്ടി ഏറെ സവിശേഷതകളുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എല്ലാവരും ഭാവി ഇന്ത്യ ലോകം എന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാടുള്ള ഫിലോസഫിക്കലായി തന്നെ നമുക്ക് ഒരു അറിയാവുന്ന ചെയ്യുന്ന സോഷ്യലിസവും കമ്മ്യൂണിസവും കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മുടെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും കെട്ടിപ്പടുക്കുക? ഇപ്പോൾ ഇന്ത്യയിലെ ഭരണഘടനയിൽ സോഷ്യലിസം ഉണ്ട്, അത് ഒഴിവാക്കണമെന്നാണല്ലോ BJP പറയുന്നത്. അപ്പോൾ സോഷ്യലിസം ആയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കാം. മിക്സഡ് ഇക്കോണമി സോഷ്യലിസമാണ് എന്ന് പറയുന്ന ചില ആളുകളുമുണ്ട്. നമ്മൾ പറയുന്ന സോഷ്യലിസം എന്ന് പറയുന്നത് തന്നെ ശാസ്ത്രീയ സോഷ്യലിസമാണ്. ഉൽപ്പാദന ബന്ധങ്ങളിൽ പ്രത്യേകതയുണ്ട്. എന്നുവെച്ചാൽ ഇന്നത്തെ സാമ്പത്തിക സാമൂഹിക സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി അധ്വാനിക്കുന്നവർക്കും തൊഴിലെടുക്കുന്നവർക്കും മുഖ്യ പ്രാമുഖ്യം ലഭിക്കുന്ന, സമ്പത്തിൽ അവർക്ക് മുഖ്യ പരിഗണന ലഭിക്കുന്ന, പൊതു ഉടമക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നാം വിഭാവനം ചെയ്യുന്നത്. ആ സോഷ്യലിസത്തിലേക്കും അതുവഴി കമ്മ്യൂണിസത്തിലേക്കും ആവശ്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സാമൂഹിക സംവിധാനം, പുതിയ ലോകം, അതിലേക്കാണ് അങ്ങനെ പോകുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്ത് കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ മാത്രം അങ്ങനെ ലഭിക്കണം എന്താണ് ലോകത്തിൻ്റെ സ്ഥിതി? അത് വിപക്ഷം. നമുക്ക് സോഷ്യലിസത്തിലേക്ക് നീങ്ങാൻ പറ്റുമെന്ന് മാർക്സിസം ഒരു പുസ്തകം വായിച്ച് നമ്മുടെ നേതാക്കന്മാരുടെ പറഞ്ഞു. ഇന്നലെ മാർക്സ് പറഞ്ഞിട്ടുണ്ടാകും സോഷ്യലിസത്തിലേക്ക് നല്ല ചേർക്കും. മാർക്സിസം നമ്മൾ പഠിപ്പിക്കുന്ന മൊത്തം തന്നെ മാർക്സ് ജീവിച്ചിരിക്കുന്ന കാലത്തും പിന്നീട് ലോകത്തിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിപ്പിച്ചു, നമ്മൾ പഠിച്ചു. അത് ഏറ്റവും സുപ്രധാനമായത് 1917 ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നാം എല്ലാവരും പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഒന്ന്. ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം എന്ന് പറയുന്നത് സോവിയറ്റ് റഷ്യയിലെ ചാർച്ചക്കവർക്കെതിരായി അവർക്ക് ഭരണകൂടത്തിൻ്റെ നാടുവാഴിത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെ ആരംഭകാലത്തിലുള്ള ചൂഷണാധിഷ്ഠിത സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പറ്റി തൊഴിലാളികളുടെ പാർട്ടി ഉണ്ടാക്കി. കൃഷിക്കാരെയും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തെയും ബുദ്ധിജീവികളെയും യുവാക്കളെയും എല്ലാവരെയും സംഘടിപ്പിച്ച് ഒരു വിഭജന പ്രസ്ഥാനമാക്കി. ഈ USSR എന്ന് പറഞ്ഞാൽ നിരവധി രാജ്യങ്ങളിലെ വലിയ രാഷ്ട്രമായി ഉയർത്തി സുരക്ഷ. ആ രാഷ്ട്രം സോഷ്യലിസമാണ് വിളിച്ചു. അത് വിപ്ലവർക്ക് സോഷ്യലിസം സ്ഥാപിച്ചു. മഹാനായ ലെനിൻ സ്റ്റാലിൻ ഉൾപ്പെടെ പഠിപ്പ് അവർ തീവ്രവാദം പറഞ്ഞു. കാരണം മുമ്പുണ്ടായ PLO എന്ന് പറയുന്നത് യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിലുള്ള PLO പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അവരുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തോടുകൂടി ലോകരാഷ്ട്രങ്ങളുടെ വിവിധ സമൂഹത്തിന് പിന്തുണ ഇന്ത്യയിൽ പിന്തുണ. അതിനെ ലോകത്ത് പോകുമ്പോൾ രാഷ്ട്രീയമില്ലാത്ത രാഷ്ട്രീയത്തലവനായിട്ട് വളർത്തി. അവരാണ് നിയന്ത്രിച്ച് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. അത് പരാജയം. യാസർ അറാഫത്ത് മരണപ്പെടുകയും അവർ പരാജയപ്പെട്ട് അവരെ ഹമാസ് എന്ന് പറയുന്ന സംഘടന ഭീകരവാദ സംഘടന തന്നെയാണ് അത് വന്നപ്പോൾ. അപ്പോൾ അവർ പരമാവധി നോക്കി 2 ദശലക്ഷം ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്തു. സകല വീടുകളും കെട്ടിടങ്ങളും എല്ലാം തകർത്തു. ദിവസേന അതിക്രമിച്ചു. ഐക്യരാഷ്ട്ര അവിടെ അതിനിടെയാണ് സൗത്ത് ആഫ്രിക്ക ഈ ലോക കോടതികളോ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്
ലോകകോടതി മുൻപോട്ടൊരു വിധിയുണ്ട്. ആ വിധി വെച്ചിട്ട് അവരെ സൗത്ത് ആഫ്രിക്ക പോയിട്ട് ഒരു വംശഹത്യ കിട്ടണം. മുമ്പത്തെ കോടതി വിധിയാണ്. വേണമെന്ന് അവർ വംശഹത്യ നടത്തുന്നത്. കോടതിയുടെ പിന്തുണയില്ലാതെ ഇസ്രയേലിന് ഒരിക്കലും ഇതുപോലെ ആക്രമണം നടത്താൻ കഴിയില്ല. സാമ്രാജ്യത്വ രാജ്യങ്ങൾ മൊത്തം പിന്തുണയും അമേരിക്ക ഇപ്പോൾ നിർത്താൻ പറഞ്ഞാൽ ആ യുദ്ധം ചെയ്യും. ലോകത്താരും ഐക്യരാഷ്ട്രസഭയിൽ അതിൻ്റെതായിട്ട് പ്രമേയമൊന്നും അമേരിക്കയ്ക്കുള്ള വലിയ രാഷ്ട്രീയത്തിൽ മാത്രമുള്ള ഒറ്റ അധികാരമാണ് യുദ്ധം കൂടി ചെലവെടുക്കുന്നത്. ഒരു പ്രമേയത്തിന് നിലനിൽക്കില്ല. ഇതാണ് ഇന്ന് ലോകത്ത് അത് പശ്ചിമേഷ്യയിൽ ആരെയും വ്യാപിക്കുന്നു. ലെബനിൽ പോയി ബൈറൂട്ടിൽ ആക്രമിച്ചു. പശ്ചിമേഷ്യയിലെ എണ്ണ ഉത്പാദനത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവർക്ക് എണ്ണ ഉൽപ്പന്നങ്ങളിൽ തന്നെ അവർ ആയുധങ്ങൾ വിറ്റുണ്ട്. എത്ര പണമാണ് കൊടുത്തതിൽ നടക്കുന്നത് ഞാനില്ല. വാട്സപ്പോ നോക്കിയിട്ടോ ഏതെങ്കിലും ഭൂഷോ പണ്ഡിതന്മാരുടെ ലേഖനങ്ങൾ വായിച്ചിട്ടോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ട കാര്യം നമ്മൾ കണ്ടത് ഈ ലോക സാഹചര്യത്തിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ 10 കോടി അംഗങ്ങളുള്ള ഏറ്റവും വലിയ പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് സോഷ്യലിസം നൽകുന്നു. അവർ പറഞ്ഞു കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ സോഷ്യലിസ്റ്റാണ്, ഞങ്ങളുടെ ആസൂത്രണം സോഷ്യലിസ്റ്റ് ആസൂത്രണമാണ്. അത്ര ഞങ്ങൾ മാവോ ചിന്തയാണ് ഉയർത്തിപ്പിക്കുന്നത്. മാർക്സിസം അംഗീകരിക്കുന്നു, അവിടെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മാവോ ചിന്തകളെ ഉയർത്തിപ്പിക്കുന്നു. ഈ രാജ്യം സോഷ്യലിസത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഡാക്ടർ മറ്റൊരു തരത്തിൽ കാണുന്നില്ല. ആ ചൈനയെ ശീതയുദ്ധം നടത്തിയിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തികമായി പോയാൽ ഒരു സമയം പറയുന്നത് വിശദാംശങ്ങളിൽ പോകുന്നില്ല. പലതരത്തിലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ചുവ ചുമത്തുക, പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തുക, ചൈനയിൽ ലോക കമ്പോളത്തിൽ വലിയ സ്ഥാനം നേടി. അങ്ങനെ ചൈനയെ ഒന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചൈന സമ്മേളനത്തിന് സ്വാഗതം വേണ്ടി നേതാക്കളെ സ്വീകരിക്കുകയാണ്. പാർട്ടിയുടെ റഷ്യ
മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേറ്റ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂറുന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061 1780000. ടോൾ ഫ്രീ നമ്പർ 14